അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് 2025 പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോ പുതിയ വർഷം കടന്നു വരുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലപ്രദമായി ആ വർഷത്തെ ഉപയോഗപ്പെടുത്താനുള്ള ചിന്തയും പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് പുതിയ വർഷത്തെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? അതാണ് 7 കാര്യങ്ങളിലൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ നിലവിലുള്ള സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ്. 2024 നമ്മളുള്ളത്. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ഇബാദത്തിനെക്കുറിച്ച്, എൻ്റെ മറ്റുള്ളവരോടുള്ള ബന്ധത്തെക്കുറിച്ച്, ഇടപെടലിനെക്കുറിച്ച്, എൻ്റെ കരിയറിനെക്കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങി എല്ലാ നിലക്കും എൻ്റെ ഒരു വ്യക്തിത്വ വികാസത്തെക്കുറിച്ച് എത്രത്തോളം എനിക്ക് മെച്ചപ്പെടാൻ സാധിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ദീനി പഠനത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമാണ് പുതിയ വർഷത്തിൽ എനിക്കെന്ത് നേടണം, എവിടെയാണ് എനിക്ക് എത്താനുള്ളത്, എന്തെല്ലാം എനിക്ക് നേടിയെടുക്കാനുണ്ട്, എന്തെല്ലാം എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് എന്ന കൃത്യമായ തിരിച്ചറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഓരോ വർഷവും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ നമ്മെ ആത്മവിചാരണക്കെടുക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഹാസിബു, നിങ്ങൾ വിചാരണക്കെടുക്കുക, നിങ്ങൾ നിങ്ങളെ വിചാരണക്കെടുക്കുക, ഖബല അൻ തുഹാസബു, നാളെ പരലോകത്ത് അള്ളാഹു കോടാനുകോടി ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ്. അതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത്, നമ്മൾ നമ്മുടെ മാനസികാവസ്ഥയെ പോസിറ്റീവാക്കുക. പലപ്പോഴും ആളുകൾ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിൽ ഒന്നും ചെയ്യാത്തതിൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ മാനസികാവസ്ഥയാണ്, മൈൻഡ് സെറ്റാണ്. നെഗറ്റീവായ ചിന്തകളും നെഗറ്റീവായ രീതിയിലുള്ള ചുറ്റുപാടും, അങ്ങനെ ചെറുപ്പത്തിൽ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെയേ പറ്റൂ, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, എൻ്റെ വിധി ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ തീരട്ടെ എന്ന് വിചാരിക്കുന്ന, എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ എപ്പോഴാണോ നമ്മുടെ മനസ്സിനെ, നമ്മുടെ മാനസികാവസ്ഥയെ നമ്മൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക്, നല്ല മനോഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അന്നു മുതൽ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എനിക്ക് പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു നല്ല മാനസികാവസ്ഥ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. എല്ലാറ്റിനെയും മോശമായി കണ്ട്, എല്ലാറ്റിലും കുറ്റവും കുറവും മാത്രം കണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം, അതിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തത് സംഭവിക്കുമ്പോൾ വഫീഹി ഖൈർ, അതിലെന്തെങ്കിലും ഖൈർ ഉണ്ടാകും, ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാകും എന്ന ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ മനോഭാവമാകണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത്, നമുക്ക് ലക്ഷ്യമുണ്ടാകണം. നമ്മൾ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ്.
എങ്ങനെയാണ് നമ്മൾ ലക്ഷ്യം നിർണ്ണയിക്കേണ്ടത്? കാരണം ലക്ഷ്യം നിർണ്ണയിച്ചില്ല എങ്കിൽ എവിടെയാണ് എനിക്ക് എത്തിപ്പെടാനുള്ളത്? ഓരോ മേഖലയിലും എൻ്റെ ദീനി പഠനത്തിൽ എനിക്കിനി എന്തെല്ലാം പഠിക്കാനുണ്ട്, ബന്ധങ്ങൾ ചേർക്കുന്നതിൽ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, എന്തൊക്കെ പാളിച്ചകളുണ്ട്, എൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന വിഷയത്തിൽ എനിക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അവിടെ ചിലപ്പോൾ വ്യായാമമായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രമം, ഭക്ഷണത്തിൻ്റെ ജീവിത ശൈലികൾ, അതിലൊക്കെ പലപ്പോഴും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊരു പേനയും പേപ്പറും എടുത്ത് നമ്മുടെ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ഒരു താല്പര്യമുണ്ടാക്കുന്ന, അങ്ങേയറ്റം ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ലക്ഷ്യം നിർണ്ണയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എത്ര താല്പര്യമുണ്ടാകും, എത്ര സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതം. അതുകൊണ്ട് പേനയും പേപ്പർ എടുത്ത് പുതിയ വർഷം ജനുവരി 1 മുമ്പ് തന്നെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യുക. ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് വേണ്ടത്, അത് മതപരമായും ഭൗതികമായും നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് എത്തിപ്പിടിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി എഴുതി വെക്കുക എന്നുള്ളതാണ്. എഴുതി വെക്കുമ്പോൾ തന്നെ എഴുതി വെക്കാത്തവനും എഴുതി വെച്ചവനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നാണ് പഠനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അറിയിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ലക്ഷ്യമില്ലാത്തവനായി രാവിലെയാകുന്നു വൈകുന്നേരമാകുന്നു എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നും മാറി കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോകാനാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 4-മത്തത്, എല്ലാ ദിവസവും നമ്മളതിൽ ആക്ഷൻ എടുക്കുക, ചെറിയ സ്റ്റെപ്പെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. കേവലം ഒരു ലക്ഷ്യം എഴുതി വെച്ചതുകൊണ്ടോ ഇന്നതെനിക്ക് നേടിയെടുക്കണം എന്നുള്ളത് ഒരാഗ്രഹമായി കൊണ്ട് നടന്നതുകൊണ്ടോ ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തൂല. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ മനസ്സിലുള്ള ഈ ഒരു ലക്ഷ്യം അത് പൂവണിയണമെങ്കിൽ ഞാൻ ഈ 12 മാസം ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, ഓരോ ആഴ്ചയിലും ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, അല്ല ഓരോ ദിവസവും ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുക, അത് എഴുതി വെക്കുക. അത് എല്ലാ ദിവസവും അതിന് എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, അതിന് ഏത് സമയത്താണ് ഞാൻ ചെയ്യുക എന്ന് സമയം എഴുതി വെച്ച് ആ സമയത്ത് തന്നെ ആ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. 5-മത്തത്, പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. പലപ്പോഴും നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മെ പിന്നോട്ട് വലിക്കുന്ന, നമ്മെ നെഗറ്റീവാക്കുന്ന, നമ്മെ വിമർശിക്കുന്ന, നമ്മെ തളർത്തുന്ന ഒരുപാട് സാഹചര്യങ്ങളും ചുറ്റുപാടും വ്യക്തികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അവിടെ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതും നമ്മൾ ഇടപെടുന്നതും നമ്മെ പോസിറ്റീവായി കാണുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രോത്സാഹനവും അഭിനന്ദനവും നൽകുന്ന, പ്രേരണ നൽകുന്ന ആളുകളുടെ കൂടെയാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. 6-മത്തത്, പുതിയ കഴിവുകൾ നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം പുതിയ സ്കില്ലുകൾ, പുതിയ അറിവുകൾ, അത് ഭൗതികമാകട്ടെ അതല്ലാത്തതാകട്ടെ, നമ്മളത് നേടിയെടുക്കുക. ഓരോ സ്കില്ലും നേടിയെടുക്കുമ്പോൾ, ഓരോന്നും പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. പല ആളുകളും ലക്ഷ്യത്തിലെത്തുന്നത് എങ്ങനെയാണ്? അവരാഗ്രഹിച്ച ലക്ഷ്യങ്ങളിലേക്ക് അവർക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ചില കഴിവുകൾ, ചില സ്കില്ലുകൾ അവർ നേടിയെടുക്കണം. അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക. അതുകൊണ്ട് ഞാനും എൻ്റെ ആഗ്രഹവും ഞാനും എൻ്റെ ലക്ഷ്യവും തമ്മിൽ ഒരുപാട് ദൂരെയുണ്ടല്ലോ എന്ന് നെഗറ്റീവായി ചിന്തിക്കുന്നതിന് പകരം ആ ആഗ്രഹത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് കഴിവുകളാണ്, എന്ത് സ്കില്ലുകളാണ് ഞാൻ നേടിയെടുക്കേണ്ടത്, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു, അത് എഴുതി വെക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു, അത് പഠിച്ചെടുക്കുന്നു, അത് പ്രാക്ടിക്കലാക്കുന്നു. തീർച്ചയായും തൗഫീഖില്ല, അള്ളാൻ്റെ തൗഫീഖോടുകൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. 7-മത്തത്, എല്ലാറ്റിനും തൗഫീഖ് നൽകേണ്ടത് റബ്ബാണ്. അവിടങ്ങളിൽ നമ്മളൊരു റബ്ബിനെക്കുറിച്ചുള്ള
ഒരു പ്രതീക്ഷ, അള്ളാഹുവിലുള്ള ഒരു പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. പുതിയ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ഇടക്ക് മടി, മനുഷ്യനെന്ന നിലക്ക് അലസത ഒക്കെ സംഭവിച്ചേക്കാം. പക്ഷേ അവിടെ ഒരിക്കലും വിട്ടുകൊടുക്കുന്ന, പിശാചിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന, പിശാച് പറയുന്ന മടുപ്പുണ്ടാക്കുന്ന, നിരാശയുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനു പകരം ഞാനിനി ഒഴിവാക്കണം, ഞാൻ ഈ അടുത്ത വർഷം ശരിയാകാം എന്ന് നീട്ടിവെക്കുന്നതിന് പകരം എന്തെങ്കിലും കാരണം കൊണ്ടോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഒരു മടിയോ അലസതയോ ഉണ്ടായതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്നില്ല, അതൊന്നും എനിക്ക് ശരിയാകുകയില്ല എന്ന ഒരു നെഗറ്റീവ് ചിന്ത പിശാച് ഉണ്ടാക്കുമ്പോൾ ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു പോസിറ്റീവ് മൈൻഡിലേക്ക് ഇടക്ക് ചില വീഴ്ചകൾ സംഭവിച്ചാലും അത് തിരിച്ചെടുക്കുന്ന, ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ, നെവർ ഗിവ് അപ്പ്, വിട്ടുകൊടുക്കുകയില്ല എന്ന മാനസികാവസ്ഥയോടു കൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയം നേടാൻ കഴിയുന്നത്, നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത്. ലോകത്ത് വിജയിച്ച ആളുകളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതം നൽകുന്ന വലിയൊരു പാഠം അവർ വിട്ടുകൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അവർ ഒരിക്കലും ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്താൻ അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതുപോലെയാകണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ പുതിയ വർഷം പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായി മാറും. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉപകാരപ്രദമായ വീഡിയോ ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.